പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 2ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം? എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കേണ്ടി വരും? ഏതു രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക? ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക. പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുട്ടികളെ പഠിപ്പിക്കുന്ന നമുക്ക് ഇമ്പോർട്ടൻ്റായി അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ആദ്യം നമുക്ക് ഉണർത്താം. ഇവിടെ നിങ്ങൾക്ക് മഞ്ഞ കളറിൽ ദാലിക തിൽക്ക എന്ന് കാണാം. രണ്ടിൻ്റെയും അർത്ഥം അത് എന്ന് തന്നെ. രണ്ടിനും അർത്ഥം അത് എന്ന് തന്നെ. പിന്നെ എന്താണ് വ്യത്യാസം? ദാലിക ഉപയോഗിക്കുന്നത് പുരുഷ വർഗത്തിന് വേണ്ടിയാണ്. പുരുഷവർഗം എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള ആണുങ്ങളും അതോടൊപ്പം തന്നെ താ ഇല്ലാത്ത വേർഡുകളൊക്കെ പുരുഷവർഗമാണ്. ഇനി തിൽക്ക ഉപയോഗിക്കുന്നത് എന്താണ്? എല്ലാ സ്ത്രീകൾക്കും തിൽക്ക തന്നെ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ താ ഉള്ള പദങ്ങളൊക്കെ സ്ത്രീവർഗം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവസാനത്തിൽ താ വരുന്ന എല്ലാ പദങ്ങൾക്ക് മുമ്പും തിൽക്കയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്ത്രീ വർഗത്തിന് ദാലിക്കയും പുരുഷവർഗത്തിന് തിൽക്കയും. രണ്ടിൻ്റെയും അർത്ഥം അത് എന്ന് തന്നെയാണ്. അത് എന്ന് പറയുമ്പോൾ അടുത്തുള്ളതല്ല, നമ്മൾ വിരൽ ചൂണ്ടി കാണിക്കുന്നത് അഥവാ അല്പം ദൂരെ ഉള്ളതാണ് അത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ളത്, അത് രണ്ടിനും സ്ത്രീ വർഗത്തിന് ആദിഹിയും പുരുഷവർഗത്തിന് ഹാദയുമാണ്. ഇതേപോലെ തന്നെയാണ് പുരുഷന്മാർക്കൊക്കെ ഹാദയാണ്. അതുപോലെ തന്നെ താ ഇല്ലാത്ത വേർഡുകൾക്കും ഹാദയാണ്. എല്ലാ സ്ത്രീകൾക്കും ആദിഹിയാണ്. അതുപോലെ തന്നെ താ ഉള്ള പദങ്ങൾക്കും ആദിഹിയാണ് ഉപയോഗിക്കുക. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതോടുകൂടെ തന്നെ പാഠഭാഗത്തിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പദങ്ങളുടെ ആശയവും അതിൻ്റെ ഉപയോഗവും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കിവിടെ പുരുഷൻ, സ്ത്രീ എന്ന 2 കോളങ്ങൾ കാണാം. ഇവിടെ മ എന്നുള്ള അറബി വേർഡ്, അതിൻ്റെ അർത്ഥം വരുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് എന്നുപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റും? ഇതെന്താണെന്ന് ചോദിക്കാം. അപ്പം അങ്ങനത്തെ പ്രയോഗങ്ങൾക്കൊക്കെ മായാണ് ഉപയോഗിക്കുക. ഈ മാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മാ തന്നെ ഉപയോഗിക്കുക. വർഗത്തിൽ ഉപയോഗത്തിൽ മാറ്റമില്ല. ഇനി ഐന എന്നുണ്ട്. എവിടെ, മദ്രസ എവിടെ, വീട് എവിടെ, പേന എവിടെ. ആ എവിടെ എന്നുള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നു തന്നെയാണ്. അടുത്തത് പാഠഭാഗത്തിൽ വന്ന മറ്റൊരു പ്രയോഗം മൻ. അതിൻ്റെ അർത്ഥം ആര് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരാണ് അല്ലെങ്കിൽ അത് ആരാണ്, അതിനൊക്കെ നമുക്ക് മെന്നാണ് ഉപയോഗിക്കുക. ഈ ആര് എന്നർത്ഥം വരുന്ന മെന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്ന് തന്നെയാണ്. ഇനി അടുത്ത ഒരു പ്രയോഗം അൻത എന്നുള്ളതാണ്. നീ എന്നുള്ള പദം, അത് പുരുഷന്മാർക്ക് അൻതയും സ്ത്രീകൾക്ക് മാറ്റമുണ്ട്, അൻതി എന്നുമാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ തന്നെ നീ ആരാണ്, മൻ അൻത. നേരത്തെ പറഞ്ഞ മെന്നും അൻതയും ചേരുമ്പോൾ നീ ആരാണെന്ന ചോദ്യം വരും. മൻ അൻതി എന്ന് സ്ത്രീകളോടും ചോദിക്കാം. ഇനി അതുപോലെ തന്നെ അന എന്നുള്ള ഒരു പ്രയോഗം കൂടുതലായി നമ്മുടെ പാഠത്തിൽ വന്നതാണ്. അന അനാനാസ്, ഞാൻ കഴുതച്ചക്കയാണ്. അപ്പം ഞാൻ എന്നുള്ളത് അതും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്ന് തന്നെയാണ്. പിന്നെ ഫീ, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥമാണ്. കൂടുതലായിട്ടും ഉപയോഗിച്ച ഒരു വേർഡാണ് ഫീ, അഥവാ വീട്ടിൽ, കീശയിൽ, ബാഗിൽ. ഫിൽ ബൈത്തി, വീട്ടിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ആ വീട്ടിൽ, കീശയിൽ, അങ്ങനത്തെ ആ ഒരു പ്രയോഗത്തിനാണ് ഫീ ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വേർഡും കൂടെ ഉണ്ട്, അല, മേൽ എന്നുള്ളത്. അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മേൽ എന്ന് പറയുമ്പോൾ അലശജറത്തി, മരത്തിൻ്റെ മേൽ. അപ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ മേൽ, അതിനെ ഉപയോഗിക്കുന്നത് അലയാണ്. ഇത്തരം പ്രയോഗങ്ങൾ ആദ്യം നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കുക. എന്നിട്ടാണ് നമ്മൾ പഠിപ്പിക്കാനിരിക്കേണ്ടത്. ഇനി നമുക്ക് ലിസാനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബ് മാത്രമാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. 4 ചിത്രങ്ങളും ആ ചിത്രങ്ങൾക്കുള്ള പേരുകളുമാണ് അവിടെ കൊടുത്തിരുന്നത്. അതിൽ ഓറഞ്ച് ഉണ്ട്, ബത്തക്കയുണ്ട്, അതുപോലെ തന്നെ ആപ്പിള്, പേന. ഇങ്ങനെ 4 ചിത്രങ്ങൾ കലമുൻ, ബിത്തീഹുൻ, തുഫാഹത്തുൻ, ബുർത്തുക്കാലുൻ എന്നീ പേരുകൾ കള്ളിയിലാക്കി ഡിസോർഡറായി നൽകിയിട്ടുണ്ട്.
അതിങ്ങനെ ഓരോന്നിനും വരച്ചു കൊടുക്കാനാണ്. മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനിവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നമ്പർ, ഒന്നാമത്തെ നമ്പർ ഓറഞ്ചിൻ്റേതാണ്. അതിനോട് യോജിച്ചത് ബുർത്തുക്കാലിനാണ് ഞാൻ ഒന്നാമത്തെ നമ്പർ ഇട്ടത്. അതാണ് അതിൻ്റെ യോജിച്ചത്. രണ്ടാമത്തത് ബത്തക്കയാണ്. ബത്തക്കയ്ക്ക് അറബിയിൽ പറയുന്നത് ബിത്തീഹത്തുൻ എന്നതാണ്. മൂന്നാമത്തത് ആപ്പിളാണ്. ആപ്പിളിന് തുഫാഹത്തുൻ എന്നാണ്. നാലാമത്തത് പേനയാണ്. പേനയ്ക്ക് അറബിയിൽ കലമുൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് പ്രത്യേകമായി കാണിച്ചു കൊടുക്കുക. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ എഴുതാൻ കഴിയും, അവർക്ക് ഓരോ വാക്കുകളുടെയും പേരുകൾ അറിയുമോ. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഒരുപാട് വസ്തുക്കളെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളൊക്കെ അവർക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല മാർക്ക് ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ കമ്മിലിൽ ഫറാ വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാനാണ്. അൻത നീ, തിൽക അത്, ഫി ഇൽ അല മേൽ. 4 അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ യോജിച്ച സ്ഥാനത്ത് വെക്കണം. ആദ്യത്തേത് ഷജറത്തി എന്നുണ്ട്. ഒരു ഹമാമത്തിൻ്റെ, പ്രാവിൻ്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. അവിടെ യോജിച്ചത് ഏതാണ്? അലയാണ്. അല ഷജറത്തി, മരത്തിൻ്റെ മുകളിൽ. രണ്ടാമത്തത് ഇബ്നുൻ എന്നുണ്ട്. ഏതാണ് അവിടെ യോജിച്ചത്? അൻതയാണ് യോജിച്ചത്. കാരണം ഇബിൻ എന്നുള്ളത് മകനാണ്. അതുകൊണ്ട് അൻതി പറ്റില്ല. അൻതി സ്ത്രീ ആവുമ്പോഴാണ് ഉപയോഗിക്കുക. ശേഷം ഡാഷ് അൽ ജെയ്ബി കലമുൻ, കീശയിൽ പേന എന്നതാണ് അതിൻ്റെ ആശയം. അവിടെ യോജിച്ചത് ഫീ ആണ്. കാരണം കീശയിൽ എന്ന അർത്ഥം വരണമെങ്കിൽ ഫീ കൊടുക്കണം. ഇനി ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയാണ്. ഹിറത്തുൻ എന്നുള്ളതിൽ താ ഉണ്ട്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നത് പറ്റില്ല. സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അതിനോട് യോജിച്ചത് തിൽക്കയാണ്. തിൽക്ക ഹിറത്തുൻ, അത് പൂച്ചക്കുട്ടിയാണ്. ശേഷം മൂന്നാമത്തെ പ്രവർത്തനം സെമ്മിൽ അഷിയ താലിയ, താഴെയുള്ള ചിത്രങ്ങൾക്ക് പേരെഴുതി കൊടുക്കാനാണ്. 4 ചിത്രങ്ങളാണ്. പപ്പായ, സൈക്കിള്, വെണ്ട, കാറ്. അതിൽ ഒന്നാമത്തത് പപ്പായക്ക് ബബായ എന്നാണ് നമ്മൾ പഠിച്ചത്. സൈക്കിളിന് ദറാജത്തുൻ, വെണ്ട ബാമിയ, കാറിന് സയ്യാറത്തുൻ. ഇതാണ് ഈ ചിത്രങ്ങളുടെ അറബി നാമം. ഇതും കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നേരത്തെ പറഞ്ഞ പോലെ മറ്റു പദങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ ചോദ്യം വന്നാൽ അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമല്ലോ. ഇനി അപ്പുറത്തെ ഭാഗത്ത് നാലാമത്തത് അജിബ് അൽ അസ്ഇലത്തൽ ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നിങ്ങൾക്ക് കാണാം ഐനൽ ഇബ്നു, കുട്ടി എവിടെ. കുട്ടി സൈക്കിളിലാണുള്ളത്. താഴെ ചോദിച്ചിരിക്കുന്നത് കുട്ടി എവിടെ എന്നുള്ളതാണ്. അൽ ഇബ്നു അല ദറാജത്തി, കുട്ടി സൈക്കിളിൻ്റെ മേലാകുന്നു. ഇനി മാ ദാലിക, വെളുത്തുള്ളി നൽകിയിട്ടാണ് മാ ദാലിക എന്ന് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? അതിൻ്റെ ഉത്തരം ദാലിക സൂമൻ, അത് വെളുത്തുള്ളിയാകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് മൻഹാദ, ഒരു കുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടാണ് മൻഹാദ, ഇത് ആരാണെന്ന് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ഹാദ ഇബ്നുൻ, ഇത് മകനാകുന്നു എന്ന് എഴുതാം. ഇതുപോലെ ഒരു പ്രവർത്തനം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. ചോദ്യങ്ങൾ നൽകി അതിൻ്റെ ഉത്തരം എഴുതാൻ. ചിലപ്പോൾ ചിത്രം കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചിത്രം കൊടുക്കാതെയും ചോദിക്കാം. അതുകൊണ്ട് പാഠഭാഗങ്ങളിൽ വന്നിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ദാലിക, ഹാദ, ഹാദിഹി, തിൽക്ക, ഇതൊക്കെ സ്ത്രീവർഗം പുരുഷവർഗം എന്നൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുക. ഇനി അഞ്ചാമത്തേലേക്ക് വരുമ്പോൾ നസിലുൽ അഅദാദ, എണ്ണങ്ങളെ ചേർത്തി കൊടുക്കാനാണ്. അതിൽ 4 നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സലാസത്തുൻ 3 എന്നാണ്. രണ്ടാമത്തത് ഹംസത്തുൻ 5 എന്നാണ്. ഇസ്നാനി 2, സബത്തുൻ 7. ഒന്നാമത്തെ 3 യോജിച്ചത് ഏതാണ്? നിങ്ങൾക്ക് കാണാം. അതിൽ ആ 3 പെങ്കിൻ്റെ ചിത്രം കാണുന്നുണ്ട്. അതാണ് യോജിച്ചത്. അതാണ് 1 നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 നമ്പർ ഏതിലാണ് ഇടേണ്ടത്? ഹംസുൻ 5 ആണ്. 5 എന്നുള്ള നമ്പർ നമ്മൾ ആപ്പിൾ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. കാരണം 5 ആപ്പിൾ അവിടെ കാണുന്നുണ്ട്. 3ാമത്തെ നമ്പർ ഇടേണ്ടത് ഇസ്നാനി 2 ഉള്ളതിലാണ്. അതിലവിടെ നിങ്ങൾക്ക് 2 മുഴലുകൾ കാണാം. അതിലാണ് 3 നമ്പർ ഇട്ടിട്ടുള്ളത്.
ഇനി 4-ാം നമ്പർ നമ്മൾ എവിടെ കൊണ്ടിടണം? 7 സബത്ത് എന്ന് പറഞ്ഞാൽ 7. ഇതിലേതാണ് 7 വരുന്നത്? മത്സ്യമാണ്. അപ്പോൾ 4-ാം നമ്പർ ആ മത്സ്യത്തിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ ഇതുപോലെ നമ്പർ ഇട്ട് യോജിപ്പിക്കാനുണ്ടാവും. ഞാൻ അറിയുന്നതിന് വേണ്ടി അവിടെ നമ്പർ കൊടുത്തതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്ന് ഉണർത്തുക. ഇനി 6-ാമത്തത് നസ്അലു മിനൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾക്ക് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. 4 എണ്ണമുണ്ട്. അൽ ഹമാമത്തു അലിൽ ജിദാരി. പ്രാവ് ചുമരിൻ്റെ മേലെയാകുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെ? 2-ാമത്തത് ഹാദ ഉസ്താദി, ഇതെൻ്റെ ഉസ്താദാണ് എന്നുള്ളൊരു ഉത്തരമാണ്. നമുക്ക് ചോദിക്കാം, മൻ ഹാദ, ഇതാരാണ്? ഹാദ ഉസ്താദി, ഇതെൻ്റെ ഉസ്താദാണ്. 3-ാമത്തത് തിൽക്ക ബിൻതുൻ, അത് മകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? മൻ തിൽക്ക, അത് ആരാണ്? തിൽക്ക ബിൻതുൻ, അത് മകളാണ്. ഇനി ദാലിക്ക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. പൂവൻ കോഴി ആണാണ്, അതുകൊണ്ട് തിൽക്ക പറ്റില്ല. നമുക്കെന്ത് ചോദിക്കാം? മാ ദാലിക്ക, അത് എന്താണ്? ദാലിക്ക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. ഇതുപോലത്തൊരു ചോദ്യവും ഉറപ്പാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരങ്ങൾ നൽകി ചോദ്യങ്ങൾ ഉണ്ടാക്കാനും ചോദ്യങ്ങൾ നൽകി ഉത്തരങ്ങൾ എഴുതാനും അത്തരത്തിലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ പാഠപുസ്തകത്തിലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 7 തഅറഫ് ബിനഫ്സിക, നമ്മളെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അതിലൊന്ന് ഇസ്മി, എൻ്റെ പേര് എന്താണ്? ജാസിം. പുസ്തകത്തിലുള്ളതാണ്, അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. എൻ്റെ പേര് ജാസിമാണ്. ഇനി അദുറുസു, ഞാൻ പഠിക്കുന്നു. ഫീ ഇൽ, എവിടെ? അസ്സൊഫിസാനി, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3-ാമത്തത് ഫി ബൈത്തി, എൻ്റെ വീട്ടിലുണ്ട്. അഹി, എൻ്റെ സഹോദരനും. ബൗഖ്തി, എൻ്റെ സഹോദരിയുമുണ്ട്. 4 ഹാദിഹി ഡാഷ് ഹക്കീബത്തി, ഇതെൻ്റെ ബേഗാവുന്നു. അപ്പോൾ ഇതുപോലെ പാഠപുസ്തകത്തിലുള്ളത് നമ്മളിവിടെ പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പേരെന്താണെന്നും നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും നീ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചേക്കാം. കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ല ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരും. അതുപോലെ തന്നെ വൈകാതെ തന്നെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകളുകൂടെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാം നഷ്ടമാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുതന്നെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനവും. ലൈക്ക് മറന്നിട്ടില്ലെങ്കിൽ നൽകുക. എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.